പല്ലെടുത്ത് കഴിഞ്ഞാൽ തയ്യലിടാറുണ്ട് സാധാരണ. അപ്പം ഒരു 8 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തയ്യലെടുക്കാനായിട്ട് വരണമെന്ന് പറയാറുണ്ട്. എന്നാൽ ചില ആൾക്കാർ ചോദിക്കും, ദ്രവിച്ചു പോകുന്ന തയ്യലിട്ടാൽ പോരായിരുന്നോ? സാധാരണ ഡെൻറ്റിസ്ട്രിയിൽ കൂടുതലും ഇടുന്നത് ഈ ദ്രവിച്ചു പോവാത്ത തയ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ദ്രവിച്ചു പോകുന്ന തയ്യൽ ഉടനെ തന്നെ ദ്രവിച്ചു പോകാറില്ല. ചിലപ്പോൾ ഒരു 1 മന്തിനുള്ളിലായിരിക്കും അത് ദ്രവിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ആ തയ്യലിൻ്റെ നൂലിൻ്റെ ഇടയിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ പല്ലെടുത്ത ഭാഗത്ത് വീണ്ടും റീഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ ഈ ദ്രവിച്ച് പോകുന്ന തയ്യലിന് വളരെ റേറ്റ് കൂടുതലാണ്. അങ്ങനെ നമുക്ക് അത്രയും റേറ്റുള്ള ഒരു തയ്യൽ ഇടുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചാർജും അതനുസരിച്ചിട്ട് കൂട്ടേണ്ടി വരും. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ദ്രവിക്കാത്ത, നമ്മൾ തന്നെ കട്ട് ചെയ്ത് കളയുന്ന തയ്യലാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പേര് ഡോക്ടർ അൻസി നജീമ. ഫോളോ ചെയ്യാൻ മറക്കരുത്.